എന്താണ് S-400 അഥവാ സുദർശന ചക്ര? ലോകത്തിലെ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-400 അഥവാ സുദർശന ചക്ര എന്ന ഇന്ത്യൻ ആർമിയുടെ ഭാഗമായപ്പോഴാണ് ഇതിനെ സുദർശന ചക്ര എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. റഷ്യയിൽ ഇതിനെ S-400 എന്നാണ് വിളിക്കുന്നത്. അൽമാസ് എന്ന ആന്റി കോർപ്പറേഷൻ എന്ന ഒരു കമ്പനിയാണ് ഈ ഒരു S-400 എന്ന സുദർശന ചക്ര വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് S-400 കോടിക്കണക്കിന് ഇന്ത്യൻ ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച S-400 സുദർശന ചക്ര എന്നറിയപ്പെടുന്ന ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ഇതിന്റെ കാപ്പബിലിറ്റി, കോമ്പോണൻസ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഇതിന്റെ സ്ക്വാഡ്സുകൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചും ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ S-400 സുദർശന ചക്ര. S-400 സുദർശന ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതൊരു ത്രെറ്റിനെയും ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ 300ഓളം ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യാനും ഇതിന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരേ സമയം 36 മുതൽ 48 വരെയുള്ള ടാർഗറ്റുകളെ കൃത്യമായി ഇതിന് നശിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുകൂടാതെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൾട്ടി യാർഡ് ഡിഫൻസ് സിസ്റ്റം കൂടിയാണ്. പലതരത്തിലുള്ള ഏരിയൽ ടാർഗറ്റുകളെ കൃത്യമായി ഇതിന് നശിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടാർഗറ്റുകളെ പോലും നിഷ്പ്രയാസം ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് നശിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾ, ബാലിസ്റ്റിക് മിസൈൽ, ക്രൂയിസ് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ഇതിനൊക്കെ വളരെ നിഷ്പ്രയാസം ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് ലോകത്തിലെ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ആയിട്ടുള്ള ഈ ഒരു S-400 നശിപ്പിക്കാൻ, S-400 ട്രയംഫിന് നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഇതിന് വളരെ വേഗത്തിലുള്ള ടാർഗറ്റുകളെ പോലും നിഷ്പ്രയാസം ഇതിന് നശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക് ജാമറുകളെ റെസിസ്റ്റ് ചെയ്ത് ഇതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസുകൾ ലോങ് റേഞ്ച് സർവൈവലൻസ് ആണ്. അതായത് രണ്ടാമത് മൗണ്ട് വെഹിക്കിൾ, മൂന്നാമത്തത് എൻഗേജ്ഡ് റഡാർ സിസ്റ്റം, നാലാമത്തത് ആണ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കോമ്പോണൻസുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോങ് റേഞ്ച് സർവൈവലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 600 കിലോമീറ്റർ ചുറ്റലുള്ള ഏതൊരു ത്രെറ്റിനെയും ഡിറ്റക്ട് ചെയ്യാൻ ഇതിന് സാധിക്കുന്നു. 300 ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യാനും 36 മുതൽ 48 വരെയുള്ള ടാർഗറ്റുകളെ നശിപ്പിക്കാനും ഇതിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ലോങ് റേഞ്ച് സർവൈവലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് മൗണ്ട് വെഹിക്കിൾ, ഒരു ഹെവി ട്രക്കിന് മുകളിൽ മൗണ്ട് ചെയ്തിട്ടുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണിത്. ഇതിനകത്ത് നിന്നാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അനാലിസിസ് ചെയ്യുന്നത്. അതായത് അനാലിസിസ് ചെയ്തിട്ട് അതായത് നമ്മുടെ സാധാരണ കൊമേഴ്ഷ്യൽ എയർലൈൻസുകൾ, എയർക്രാഫ്റ്റുകൾ, അതുപോലെ ശത്രു രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, എയർക്രാഫ്റ്റുകൾ, അതിനൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടാർഗറ്റിന് ശത്രു രാജ്യത്തിന്റെ ടാർഗറ്റിന് എതിരായിട്ടുള്ള മിസൈലുകളെ ഇതിനകത്തു നിന്നാണ് ലോഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എൻഗേജ് റഡാർ സിസ്റ്റം കയറി വരുന്നത്. ഈ എൻഗേജ് റഡാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കുകയും ആ ശത്രു രാജ്യത്തിന്റെ ആ ഒരു ഡിഫൻസ് സിസ്റ്റത്തെ വളരെ കൃത്യമായി നശിപ്പിക്കാൻ ഇതിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നാലാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ, പ്രധാനമായും എല്ലാ ട്രക്കിന് മുകളിലും ഓരോ മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന് ഷോർട്ട് റേഞ്ച് മിസൈൽസ് ഉണ്ടാവും. ഷോർട്ട് റേഞ്ച് മിസൈൽസ് പറഞ്ഞതിന് എൻ്റെ ഒരു കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഷോർട്ട് റേഞ്ച് മിസൈൽ ആണെങ്കിൽ 40 കിലോമീറ്ററും, അതുപോലെ തന്നെ ലോങ് റേഞ്ച് മീഡിയം റേഞ്ച് മിസൈൽ ആണെങ്കിൽ 120 കിലോമീറ്ററും, അതുപോലെ തന്നെ ലോങ് റേഞ്ച് മിസൈൽ ആണെന്നുണ്ടെങ്കിൽ 250 കിലോമീറ്ററും, വെരി ലോങ് റേഞ്ച് മിസൈൽ ആണെങ്കിൽ 400 കിലോമീറ്ററും ആണ് ഇതിന്റെ കിലോമീറ്റർ നമ്മൾ നോക്കുന്നത്. അപ്പോൾ
ഇത് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി തീർന്ന സമയത്ത് ഇതിന് ഇന്ത്യൻ ആർമി സ്ക്വാഡ്സ് എന്ന് ഒരു പേര് വിളിച്ചു. ആ സ്ക്വാഡ്സ് എന്ന് പറഞ്ഞാൽ 2 ബാറ്ററികളാണ്. 2 ബാറ്ററി, ഇതിന്റെ അകത്തൊരു ഫയർ യൂണിറ്റ്സ് ഉണ്ടാവും, അതിനകത്തൊരു 6 ലൗഞ്ച് വെഹിക്കിൾസ്, ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റഡാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റും ഒക്കെ ഉണ്ടാവും. എങ്ങനെ ഈ ഒരു ബാറ്ററി ഈ ഒരു 2 ബാറ്ററി കൂടിച്ചേരുമ്പോഴാണ് ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ കോമ്പോണൻസ് ഒക്കെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട്, അതായത് S-400 ട്രാംഫ് എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 2016 ആദ്യമായിട്ട് ഈ ഒരു ബ്രിക്സ് ഉച്ചകോടിയിലാണ് ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങാനുള്ള ഒരു ചർച്ച നടക്കുന്നത്. പക്ഷെ 2018 ഇന്ത്യ ഇത് വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പക്ഷേ ഇത് റഷ്യയുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങണ്ട എന്ന് പറഞ്ഞു, ഒരിക്കലും പ്രക്യൂർ ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് മേൽ കാക്സ് എന്നുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള ഒരു ത്രെറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ ഇന്ത്യ ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം S-400 ട്രാംഫ് എന്നുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ അത് വാങ്ങിച്ചു. അത് ഇന്ന് കോടിക്കണക്കിന് ഇന്ത്യൻ ജനതയുടെ ജീവൻ രക്ഷിച്ചു. $5.4 ബില്യൺ കൊടുത്തിട്ടാണ് ഇന്ത്യ ഇത് വാങ്ങിച്ചിട്ടുള്ളത്, അഥവാ 4000 കോടി. ഇത്തരത്തിലുള്ള 5 സ്ക്വാഡുകളാണ് ഇന്ത്യ വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ 3 എണ്ണം ഓൾറെഡി നമ്മുടെ പക്കലുണ്ട്, ഇനി 2 എണ്ണം വരാനുണ്ട്. അത് ഒരു 2026 കൂടി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഇത് 60 കിലോമീറ്റർ, സാധാരണ റോഡുകളാണെങ്കിൽ 60 കിലോമീറ്ററിൽ ഇതിനെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഓഫ് റോഡുകളിലാണെങ്കിൽ 25 കിലോമീറ്റർ വേഗത്തിൽ ഇതിനെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സല്യൂട്ട് പറയാണ് S-400 ട്രാംഫ് എന്ന ഡിഫൻസ് സിസ്റ്റത്തോട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിയോടും ഒരു പ്രത്യേക സല്യൂട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിനെ ഒരുപാട് കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഈ ഒരു ഡിഫൻസ് സിസ്റ്റം. അപ്പോൾ ഇതിന്റെ അടിയിൽ വന്നിട്ടുള്ള ചില കമന്റുകളുണ്ട്. നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത്, S-400 കുറിച്ച് പറഞ്ഞ സമയത്ത് ചില ആളുകൾ പറഞ്ഞു, റഷ്യ ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതി ആയിട്ടുള്ള റഷ്യ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്, മറ്റു രാജ്യങ്ങൾക്ക് പോലും കൊടുക്കാതെ വെച്ചിട്ടുള്ള ഈ ഒരു S-400 എന്ന ട്രാംഫ് എന്ന S-400 ഇന്ത്യക്ക് സമ്മാനിച്ചപ്പോൾ ഇതിന്റെ അടിയിൽ വന്ന ചില ആൾക്കാർ കമന്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ റഷ്യ ഫ്രീ ആയിട്ടൊന്നുമല്ല ചങ്ങാതിക്ക് ഈ സാധനം കൊടുത്തു എന്നുള്ളത്. നിന്നെ പോലുള്ള കോടിക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ട്രാംഫ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റം. അതിൽ തന്നെ നിനക്ക് മനസ്സിലാക്കാം, നിന്റെ ജീവനാണോ നിനക്ക് വലുത്, പൈസയാണോ നിനക്ക് വലുത്. നീ ഇപ്പോൾ കടയിൽ, നീ ഇന്ത്യയിൽ തന്നെ, നീ എവിടെയാണ് ജീവിക്കുന്നത് അറിയില്ല, നീ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും നിനക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും സാധനങ്ങൾ ഫ്രീ ആയിട്ട് തരുമോ? നീ എവിടെയെങ്കിലും നീ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നീ ഫ്രീ ആയിട്ട് ജോലി ചെയ്തുവോ? നീ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുമോ? ഞാനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ജീവനേക്കാളും വലുതല്ല ഈ ക്യാഷ് ഒന്നും. ഇത് കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊള്ളാണ്. ഇത് ഈ S-400 എന്നുള്ള എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് കോടിക്കണക്കിന് ഇന്ത്യയുടെ മണ്ണിൽ ഒരു പാകിസ്ഥാനി ഡ്രോണുകളോ പിന്നെ മിസൈലുകളോ യുദ്ധവിമാനങ്ങളോ ഒന്നും ഇന്ത്യയുടെ മണ്ണിൽ നിലം തൊടിക്കാൻ അനുവദിക്കാതിരുന്ന ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത്രയധികം അതിന് കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിന്റെ ഒരു പവറും കൂടിയാണ്. അത് വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ S-400 കുറിച്ചിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും വളരെ കേപ്പബിലിറ്റി ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യക്ക് നമ്മുടെ റഷ്യ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റഷ്യക്കും കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വലിയൊരു സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.